ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന ഭാഗത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ സവിശേഷതകളെയും ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളെയും കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പ്രധാനമായും ഈ ഭാഗത്ത് 4 യൂണിറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് ഡെവലപ്മെന്റ് പോളിസീസ് ആൻഡ് എക്സ്പീരിയൻസ് 1947 to 1990. In second unit economic reform since 1991. Third unit current challenges facing the Indian economy. Fourth unit development experiences of India, a comparison with neighbors. അതായത് ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളെ കുറിച്ചും അതിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ചുമാണ്. 1947 മുതൽ 90 വരെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ വികസന നയങ്ങളെ കുറിച്ചും അതിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ചുമാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. സെക്കൻഡ് യൂണിറ്റിൽ ഇക്കണോമിക് റിഫോം സിൻസ് 1991, അതായത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളെ കുറിച്ചാണ് സെക്കൻഡ് യൂണിറ്റിൽ പ്രതിപാദിക്കുന്നത്. തേർഡ് യൂണിറ്റിലോ കറന്റ് ചാലഞ്ചസ് ഫേസിംഗ് ദി ഇന്ത്യൻ ഇക്കോണമി, ഇന്ത്യൻ ഇക്കോണമി നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ, അതായത് പോവർട്ടി, ഇൻഫ്രാസ്ട്രക്ചർ, റൂറൽ ഡെവലപ്മെന്റ് തുടങ്ങിയ വെല്ലുവിളികളെ കുറിച്ചും അതെങ്ങനെ നേരിടാം എന്നതിനെ കുറിച്ചുമാണ് തേർഡ് യൂണിറ്റിൽ പഠിക്കുന്നത്. ഫോർത്ത് യൂണിറ്റിൽ ഡെവലപ്മെന്റ് എക്സ്പീരിയൻസസ് ഓഫ് ഇന്ത്യ, എ കമ്പാരിസൺ വിത്ത് നെയ്ബേഴ്സ്, ഇന്ത്യയുടെ വികസന പ്രവർത്തനങ്ങളെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ചൈനയെയും പാകിസ്ഥാനെയും വെച്ച് ഒരു താരതമ്യ പഠനമാണ് ഈ യൂണിറ്റിൽ നടത്തുന്നത്. അപ്പോൾ ആദ്യമായി ഫസ്റ്റ് യൂണിറ്റിൽ ഡെവലപ്മെന്റ് പോളിസീസ് ആൻഡ് എക്സ്പീരിയൻസസ് നമ്മൾ പറഞ്ഞു 1947 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചും അതിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ചുമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് യൂണിറ്റിൽ 2 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇന്ത്യൻ ഇക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ത്യ ഏകദേശം 200 വർഷത്തോളം അല്ലെങ്കിൽ 2 നൂറ്റാണ്ടോളം ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് കീഴിലായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് മുമ്പ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു? ഏറെക്കുറെ വികസിതമായിരുന്നു. അതുപോലെ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് എക്കോണമി ആയിരുന്നു.